ഹായ് മക്കളെ. അപ്പൊ പിന്നെ ഞാൻ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിലെ പോർഷൻസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ വിചാരിക്കും മിസ് ഇപ്പം ഇത് ചെയ്യാറേ ഇല്ലല്ലോ, ഈ സബ്ജക്ട്സ് റിക്വസ്റ്റ് പറഞ്ഞാലും ചെയ്യാറില്ല. ആക്ച്വലി ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതല്ല, ഞാൻ നിങ്ങളുടെ സീനിയേഴ്സിനുള്ള മെഷീൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അതിന്റെ പുറകെയാണ്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് അക്കാഡമി ഉണ്ട്, എല്ലാം കൂടെ ഞാൻ പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അപ്പൊ എല്ലാം കൂടി ഒന്ന് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വീഡിയോസ് എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും എനിക്കറിയാം ജനുവരിയിൽ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. 2019 സ്കീമിന് 15 സ്കീമിന് December 4th സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് പറ്റുന്ന അത്രയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാട്ടോ. ഇന്നിപ്പോ സർക്യൂട്ട്സിലുള്ള ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സിലബസ് ആണ് ഞാൻ നോക്കിയത്. ECT കാർക്കും അപ്ലൈഡ് ഇലക്ട്രോണിക്സുകാർക്കും യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സിലബസ് നോക്കിയിട്ടില്ല, പക്ഷെ കണ്ടിട്ടുള്ള പോർഷൻസ് ആണ് അവരുടെ സിലബസിലും. നോക്കിക്കോ, ഇന്ന് സെക്കൻഡ് മൊഡ്യൂളിലെ AC സർക്യൂട്ട് അനാലിസിസിനകത്ത് വരുന്ന RLC അവിടെയൊക്കെ വരുന്ന ഇംപിഡൻസ് കാൽക്കുലേഷന്റെ 2 പ്രോബ്ലംസ് ആണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ നോക്കിയിട്ട് പോകണം കേട്ടോ, ഇങ്ങനത്തെ ന്യൂമറിക്കൽസ്. അപ്പൊ ഓൾറെഡി മിസ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതി ഇട്ടിട്ടുണ്ട്. Z1 എന്നുള്ള ഒരു ഇംപിഡൻസ് 10 + j15, Z2 20 + j25 ആൻഡ് Z3 4 - j10. ക്വസ്റ്റ്യൻ എന്താ? ഡിറ്റർമൈൻ ദി ഇക്വലന്റ് ഇംപിഡൻസ് ആ. ഇക്വലന്റ് ഇംപിഡൻസ് അപ്പൊ ഇവിടെ നിന്നിട്ട് ഞാനിപ്പോ ഒരു ടെർമിനൽ ഇപ്പൊ എ എന്നും ബി എന്നും സി എന്നും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, എ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എ ബിക്ക് അക്രോസ് കിട്ടുന്ന ഇക്വലന്റ് ഇംപിഡൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെ ഇക്വലന്റ് ഇംപിഡൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ Z2ഉം Z3ഉം എന്താണ്? പാരലൽ സർക്യൂട്ട്സ് ആണ് അല്ലെ? Z2ഉം Z3ഉം നമ്മുടെ പാരലൽ സർക്യൂട്ട്സ് ആണ്. അപ്പൊ ഇതിനെ പാരലൽ കണക്ഷൻ ചെയ്ത് കിട്ടുന്ന ഇംപിഡൻസ് ഈസ് ഇൻ സീരീസ് വിത്ത് Z1 ആ. അപ്പൊ എങ്ങനെ നമുക്ക് ആദ്യം പാരലൽ കണക്ഷൻ ചെയ്യാം നോക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ ഒന്നുകൂടി എഴുതാം, ഇങ്ങടെ എഴുതാം, നോക്കിക്കോ. Z1 is equal to 10 + j15, Z2 is equal to 20 + j25 and Z3 is equal to 4 - j10. ഓം ഉണ്ട് കേട്ടോ, ഞാനത് എഴുതിയില്ല. ആദ്യമേ തന്നെ ഞാൻ എന്താ പറഞ്ഞത്? ഇപ്പൊ Z2 Z3 ഉണ്ടെങ്കിൽ Z4 എന്നൊരു ഇംപിഡൻസ് ഞാൻ അസൈൻ ചെയ്യുന്നു. വേർ Z4 is the combination of Z2 and Z3. അതായത് Z2ഉം Z3ഉം പാരലൽ കോമ്പിനേഷൻ ചെയ്ത് കിട്ടുന്ന ഇംപിഡൻസിനെ ഞാൻ എന്തെന്ന് പറഞ്ഞു? Z4 എന്ന് പറഞ്ഞു. ഓക്കെ, Z2 പാരലൽ Z3 ചെയ്യുമ്പോൾ കിട്ടുന്ന ഇംപിഡൻസിനെ Z4 എന്ന് പറഞ്ഞാൽ this Z4 is in series with Z1 ആയിരിക്കും. അപ്പൊ നമ്മുടെ ടോട്ടൽ ഇംപിഡൻസ് Z നമുക്ക് കിട്ടും. ഇനി എങ്ങനെ Z2 പാരലൽ Z3 ചെയ്യും? പാരലൽ കോമ്പിനേഷൻ പൊതുവെ നമ്മൾ പാരലൽ കണക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? Z4 is equal to Z2 into Z3 divided by the sum of the കണക്ഷൻ Z2 + Z3 ചെയ്യാം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഒരു റെക്ടാങ്കുലർ ഫോമിൽ കിടക്കുന്ന കോംപ്ലക്സിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പോളാറിലോട്ട് മാറ്റണം അല്ലെ? അഡീഷനും സബ്ട്രാക്ഷനും ആണ് നമ്മൾ റെക്ടാങ്കുലറിൽ ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നിങ്ങൾ സർക്യൂട്ട്സുകാർ എന്തായാലും അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, S3കാര്. അപ്പൊ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ നമ്മൾ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി എങ്ങനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യും? ഞാൻ ഏതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നാസ് ചെയ്തപ്പോ തന്നെ. ഇവിടെ Z2 is equal to 20 + j25 ഉണ്ടല്ലേ? Z2 is equal to 20 + j25. നിങ്ങൾ ആദ്യം കാൽക്കുലേറ്റർ എടുക്കുക, ഞാൻ കാണിക്കാം. കാൽക്കുലേറ്റർ എടുത്തിട്ട് നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് കിടക്കുന്നത് Z2ഉം Z3 Z1ഉം എല്ലാം റെക്ടാങ്കുലർ ഫോമിലേക്കാണ്. നമുക്ക് എന്താ വേണ്ടേ? പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഏതിനെ? Z2നെയും Z3നെയും. അപ്പൊ ഞാൻ ഇവിടെ തന്നെ വേണേൽ ഇത് എഴുതി കാണിക്കാം. പോളാറിലോട്ടാണ് കൺവേർട്ട് ചെയ്യാൻ. അതിന് നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഷിഫ്റ്റ് കൊടുക്കുക. കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് കൊടുത്തിട്ട് പോളും റെക്കും എവിടെ കിടക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ കാൽക്കുലേറ്ററിന്റെ പ്ലസും മൈനസും സിമ്പിൾസ് കണ്ടിട്ടില്ലേ? പ്ലസും മൈനസും. ആ പ്ലസ് എന്ന് പറയുന്നത് പോള്, മൈനസ് റെക്ടാങ്കുലർ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ഷിഫ്റ്റ് ദെൻ പോൾ ഓഫ്, ഇവിടെയുള്ള വാല്യൂ എത്രയാ? 20, കോമ കൊടുക്കുക, പ്ലസ് കൊടുക്കരുത്. അത് 991 MS-കാരുടെ കാര്യമാണ്, ഞാൻ ഇതാ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ES-ൽ നിങ്ങൾക്ക് ഡയറക്ട്ലി 20 + j25 ആണെന്ന് തോന്നുന്നു. എനിക്ക് ES ഉപയോഗിച്ച് അങ്ങനെ ശീലമില്ല. ഞാൻ MS പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും വർക്ക് ചെയ്യുമ്പോഴും എല്ലാം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതേ അറിയത്തുള്ളൂ. 20,25 കൊടുക്കണം, 25. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഈക്വൽ അടിക്കുക. ഈക്വൽ അടിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 32. ഇനി ആൽഫ ടാനിൽ പ്രസ് ചെയ്ത ആംഗിൾ കിട്ടും. എന്താ ആംഗിൾ? 51.34 ഡിഗ്രി.
നമുക്ക് Z2 കിട്ടി. ഇതേപോലെ Z3യും ഞാൻ ചെയ്യാൻ പോവാണ്. ഷിഫ്റ്റ് പോൾ ഓഫ് നിങ്ങൾ ചെയ്തോട്ടോ 4, ഇവിടെ -10. അപ്പൊ അത് നമ്മൾ -10 ആക്കി തന്നെ കൊടുക്കണേ. മൈനസ് ഉള്ളത് 10.7 ആംഗിൾ -68.19 ഡിഗ്രി. ഓൾറെഡി ഇപ്പൊ ഇവിടെ Z2ഉം Z3യും കിട്ടിയത് കൊണ്ട് ഇനി ഇതിനെ ഫംഗ്ഷൻ ചെയ്യുന്ന എങ്ങനെ? Z2 ഇൻറ്റു Z3. Z2 എന്ന് പറയുന്നത് 32 ആംഗിൾ 51.34 ഇൻറ്റു അടുത്ത് 10.7 ആംഗിൾ -68.19 ഡിവൈഡഡ് ബൈ അഡീഷൻ ചെയ്യാൻ റെക്ടാംഗുലർ ഫോം തന്നെ മതി. അപ്പൊ ഇത് പോളാർ, ഇത് റെക്ടാംഗുലർ. അത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പൊ Z2 എന്ന് പറയുന്നത് 20 പ്ലസ് J25 Z3 എന്ന് പറയുന്ന 4 മൈനസ് J10 അല്ലെ, 4 മൈനസ് J10. ഇനി എങ്ങനെ ചെയ്യും? ഇവിടെയുള്ള പോളാർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എങ്ങനെയാ ചെയ്യണ്ടേ? ഈ രണ്ട് വാല്യൂസും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, ആംഗിൾ തമ്മിൽ ആഡ് ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ, ഇത് തമ്മിൽ അഡീഷൻ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 342.4 ആംഗിൾ -16.85 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 20 + 4 24. ഇവിടെ റിയൽ വാല്യൂസ് ആഡ് ചെയ്യുക, ഇമാജിനറി സിമ്പിൾ എന്താണോ കിടക്കുന്നത് അത് ചെയ്താൽ മതി. J25ഉം J-10ഉം പ്ലസ് J15. ഇപ്പൊ ഡിവൈഡ് ചെയ്യാൻ കിടക്കുന്ന എങ്ങനെ? ഒരെണ്ണം പോളാറും താഴെയുള്ളത് റെക്ടാംഗുലറും ഏതെങ്കിലും ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ പോളാർ ഇട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. സോ നമ്മുടെ 24 + J15 എന്തിലോട്ട് മാറ്റണം? പോളാർ ഫോമിലോട്ട് മാറ്റണം. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോവാണ്. കാണാമോ മക്കളെ? 342.4 ആംഗിൾ -16.85 divided by 28.30 ആംഗിൾ. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാം, ആംഗിൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ 342.4 divided by 28.30 12.09 12 എടുക്കാം. ആംഗിള് -16.85 -32 48.85 ഡിഗ്രിന്ന് എന്ത് കിട്ടി? Z4 കിട്ടി. ഇപ്പൊ Z4ന്റെ ആൻസർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് -12.09 ആംഗിൾ -48.85. ഇനി ഇതിനെ ഞാൻ പോളാറിലോട്ട് ഇനി ഇതിനെ ഞാൻ റെക്ടാംഗുലറിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ബിക്കോസ് Z1 എന്ന് പറയുന്ന റെക്ടാംഗുലറിലാണ്. അത് രണ്ടും ആഡ് ചെയ്താൽ മതി കണക്ഷൻ നോക്കാൻ അല്ലെ. അപ്പൊ Z4 is equal to 8 മൈനസ് J9.10 എന്ന് എനിക്ക് Z4 കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ കണക്ഷൻ, ടോട്ടൽ ഇംപെഡൻസ് ഇത് ഞാൻ ആദ്യം എഴുതാനുള്ളതായിരുന്നു, മറന്നുപോയതാടാ. Z is equal to എങ്ങനെയായിരുന്നു? Z1. അപ്പൊ ഞാൻ ഇവിടെ എഴുതി കാണിക്കും. Z is equal to Z1 plus Z2 parallel Z3. അതില് Z2 parallel Z3നെ ഞാന് Z4 എന്ന് കൊടുത്തു. Then this equation tends to Z is equal to Z1 plus Z4 ആയി. ഇനി നമുക്ക് Z1 എന്താ ഉള്ളത്? 20 + J15 അല്ലെ. 20 + J15 പ്ലസ് എന്താ 8 മൈനസ് J10 8 മൈനസ് J9.10. അപ്പൊ നമ്മൾ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ 10 + 8 18 5.9. ഓക്കെ, ഇംപെഡൻസ് ടോട്ടൽ Z is equal to 18 plus J 5.9 ആണ് കേട്ടോ. This is the total impedance of this circuit. ഇനി ഒരു ന്യൂമറിക്കലും കൂടെ മിസ് ചെയ്യാവേ. നോക്കിക്കോ, ഈ ക്വസ്റ്റ്യനിലും ഈക്വലന്റ് ഇംപെഡൻസ് ലൈക്ക് ദ സെയിം ആസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഒരു ഇൻപുട്ട് കൊടുത്തേക്കുന്നത് വെറുതെ VS കൊടുത്തിട്ടേ ഉള്ളൂ, അതിനകത്തൊരു കാര്യവും ഇല്ല.
അപ്പൊ നമുക്കിത് എങ്ങനെ Z1 അവിടെ Z1 Z2 Z3 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ റെസിസ്റ്റർ ഇൻഡക്ടർ കപ്പാസിറ്റർ വാല്യൂസ് കൊടുക്കുക. അപ്പൊ എങ്ങനെ എഴുതുന്നത്? Z1 is equal to ഇത് ഇൻഡക്ടർ ആഡ് ചെയ്യണം അല്ലേ? ദാറ്റ് ഈസ് 5 plus J10 and Z2 is equal to 2 minus J4. Z3 is equal to ആദ്യ റെസിസ്റ്റൻസ്. ഇവിടെ ഇൻഡക്ടർ കിടക്കുന്ന പക്ഷെ നമ്മൾ എന്താ ചെയ്യാനുള്ള റെസിസ്റ്റർ എഴുതണം 1 plus J3. ഇനി ഇവിടുത്തെ കണക്ഷൻ എങ്ങനെ വരും? ടോട്ടൽ ഇംപിഡൻസ് ഫൈൻഡ് ദി ഇംപിഡൻസ് Z ആണ് ക്വസ്റ്റ്യൻ. ഇംപിഡൻസ് Z, ടോട്ടൽ Z is equal to Z1 plus Z2 parallel Z3 അല്ലേ? നേരത്തെ ചെയ്ത പോലെ Z2 parallel Z3. As we can assign Z2 parallel Z3 as Z4 ആണോ? Z4. Then how to find Z4? First you have to convert this rectangular form of Z2 and Z3 to polar form. അപ്പൊ ചെയ്തപ്പോ എനിക്ക് Z2 4.47 ആംഗിൾ മൈനസ് 63.43, Z3 3.162 ആംഗിൾ 71.56 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാനുള്ളത്? Z4 is equal to Z2 parallel Z3, that is equal to Z2 is 4.47 ആംഗിൾ മൈനസ് 63.43 ഇൻറ്റു അടുത്തത് എന്താ 3.162 ആംഗിൾ 71.56 ഡിവൈഡഡ് ബൈ Z2 പാരലൽ Z3 is equal to Z3 ഡിവൈഡഡ് ബൈ Z2 പ്ലസ് Z3. കണ്ടോ? ഇനി പ്ലസ് Z3 ചെയ്യാൻ Z2 പ്ലസ് Z3 അത് അഡീഷൻ റെക്ടാംഗുലർ ഫോം ചെയ്താൽ മതി. That is 2 minus J4 plus 1 plus J3. അപ്പൊ എന്താ കിട്ടുക? ഓപ്പറേഷൻ ചെയ്തപ്പോ 14.13 ആംഗിൾ 8.13 ഡിവൈഡഡ് ബൈ ഇത് ആഡ് ചെയ്തപ്പോ 3 മൈനസ് J1 കിട്ടി. ഇനി ന്യൂമറേറ്റർ പോളാറും ഡിനോമിനേറ്റർ റെക്ടാംഗുലറും ആയതുകൊണ്ട് ഞാൻ രണ്ടും പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ വാല്യൂസ് നോക്കിക്കോ. ഇവിടെ ഇപ്പൊ ഞാൻ കൺവേർട്ട് ചെയ്തു. എന്താ റെക്ടാംഗുലറിൽ ഉണ്ടായിരുന്നതിനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയത് 4.46 ആംഗിൾ 26.56 ആയിരുന്നു. അതിൽ Z4ന്റെ വാല്യൂ അല്ലേ നമുക്ക് കിട്ടിയത്. അതിനെ ഞാൻ അഗെയിൻ റിയലിലേക്ക്, അതായത് റെക്ടാംഗുലർ കോർഡിനേറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സർക്യൂട്ട് ഇവിടെ എന്തായിരുന്നു? Z is equal to Z1 plus Z2 parallel Z3 ആയിരുന്നു. അതിനെ Z2 parallel Z3 is assigned as Z4 അല്ലെ? Z2 പാരലൽ Z3 ആണ് Z4 എന്ന് കൊടുത്തത്. ഇനി ടോട്ടൽ നമ്മുടെ ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ Z is equal to Z1 plus Z4 നമ്മൾ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ ചെയ്യാം? Z1 5 plus J10 plus 4 plus J2. അപ്പൊ എന്താ കിട്ടുക? 9 plus J12. Total impedance Z is equal to 9 plus J12. കിട്ടിയോ? ഇതാണ് ടോട്ടൽ അനാലിസിസ് ഓഫ് ഇംപിഡൻസ് ഇൻ AC സർക്യൂട്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പാർട്ട് എയിലോ പാർട്ട് ബിയിലോ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിനകത്ത്. അപ്പൊ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് കോമെന്റ് ചെയ്താൽ ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ മെക്കാനിക്സിന് ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ ആവശ്യമുള്ള മെക്കാനിക്സ് ബാക്ക് പേപ്പർ ആയിട്ടുള്ള കുട്ടികൾ ട്യൂഷൻ വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് പറയുന്നതാണ്. Then thank you.